ഞാൻ ജ്യോതിഷ വാസ്തു ആചാര്യൻ കെ സുധാകരൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നക്ഷത്ര ഫലങ്ങളെക്കുറിച്ചാണ്. നക്ഷത്ര ഫലങ്ങൾ എല്ലാ ആളുകൾക്കും ഒരുപോലത്തെ ഫലങ്ങളോ ദോഷങ്ങളോ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. നക്ഷത്രം എന്ന് പറയുന്ന നക്ഷത്ര ഫലത്തെപ്പറ്റി നമ്മൾ പറയുമ്പോൾ നിത്യവും ജനങ്ങൾ വായിക്കുന്നതാണ് മാസഫലം, വാരഫലം, നിത്യഫലം ഒക്കെ ഇങ്ങനെ വായിക്കും. എല്ലാം വായിച്ചിട്ട് ഇങ്ങനെ പറയും, അഭിപ്രായം പറയും, എനിക്ക് ഒരു ഫലമില്ല, എൻ്റെ കാര്യങ്ങൾ കുറച്ച് ശരിയാണ് എന്നൊക്കെ പലരും പല രീതിയിൽ ഇങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ഭാരതത്തിൽ 140 കോടിയിൽ കൂടുതൽ ജനങ്ങളുണ്ട്. ഇതിൻ്റെ ഫലം പറയുന്നത് 27 നക്ഷത്രങ്ങൾ കൊണ്ടാണ്. ഈ 27 നക്ഷത്രങ്ങൾ കൊണ്ട് ഫലം പറയുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഫലം കിട്ടിക്കൊള്ളണം എന്ന് ഇല്ല. അങ്ങനെ കുറച്ച് നക്ഷത്രങ്ങളൊക്കെ കിട്ടിയെന്ന് വരും. ഞാൻ പറയുന്നത് മറ്റു ചിലർ പറഞ്ഞത് ഒന്ന് ശരിയല്ല, ചിലർ പറഞ്ഞത് ശരിയല്ല, ചിലർ പറഞ്ഞത് ശരിയാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ പറയുന്നുണ്ട്. എൻ്റെ ജ്യോതിഷ പഠനവും അതിലൂടെയുള്ള യാത്രയിലൂടെയുള്ള അഭിപ്രായങ്ങൾ, എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് കേരളത്തിൽ ഒരു മുൻ മുഖ്യമന്ത്രി കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച അദ്ദേഹം ആണെന്ന് പറഞ്ഞു. ഇവിടെ എത്രയോ കാർത്തിക നക്ഷത്രക്കാർ കൂലിപ്പണി എടുത്ത് നടക്കുന്നു, ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ജോലി കിട്ടാതെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒത്തിരി കാർത്തിക നക്ഷത്രക്കാർ ഇവിടെയുണ്ട്. അപ്പോൾ ആ നക്ഷത്രത്തിൽ അതിനകത്ത് വലിയ കാര്യമില്ല എന്ന് വേണം അങ്ങനെ നമുക്ക് പറയാൻ. ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നക്ഷത്രം എല്ലാ ആളുകൾക്കും അറിയാം. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും അറിയാവുന്ന നക്ഷത്രമാണ് അദ്ദേഹത്തിൻ്റെ. എന്തുകൊണ്ട് ഇതുപോലെ വേറൊരു നക്ഷത്രത്തിൽ ഇത്ര ജ്ഞാനവും അറിവും ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ഉള്ള സംസ്കൃത വേദങ്ങൾ പഠിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള ആൾ ആ നക്ഷത്രത്തിൽ വേറൊരാളില്ല. അപ്പോൾ അത് ആണ് നക്ഷത്രത്തിൻ്റെ പ്രത്യേകത. എന്തുകൊണ്ട് വേറൊരാൾക്ക് അങ്ങനൊരു ജന്മം കിട്ടിയില്ല എന്നുള്ളതാണ്. ഗാനഗന്ധർവൻ യേശുദാസ് സാറ്, അദ്ദേഹത്തെ പോലെ വേറൊരാൾ നമുക്കില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ ഇത്രയും പ്രായമായിട്ടും അദ്ദേഹം ഇപ്പോഴും ഗാനങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം മുന്നോട്ട് പോകുന്നു. അതുപോലത്തെ ഒരാൾ വേറെ ജനിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടോ അങ്ങനെ ജനിക്കുക? അദ്ദേഹത്തിൻ്റെ നക്ഷത്രം ഉണ്ടല്ലോ, ആ നക്ഷത്രത്തിൽ വേറൊരാൾ ജനിച്ചതുപോലെ ഏതിൻ്റെ അടുത്ത കൂടെ തന്നെ ഇങ്ങനെ വരണ്ടേ? അങ്ങനെ നക്ഷത്രം അങ്ങനെ ഇല്ല. അതുപോലെ തന്നെ വേറെ ഒരാളില്ല സിനിമാ മേഖലയിൽ. നമുക്ക് എൻ്റെ അറിവിൽ പൂരം നക്ഷത്രം, വിശാഖം നക്ഷത്രം, രേവതി നക്ഷത്രം, ഉത്രാട നക്ഷത്രം, തിരുവാതിര നക്ഷത്രം, ഈ നക്ഷത്രങ്ങളിലൊക്കെ ഇവിടെ ഭയങ്കര സൂപ്പർ സ്റ്റാറുകളാണ്. കോടിക്കണക്കിന് രൂപ പ്രതിഫലം മേടിക്കുന്ന സ്റ്റാറുകളാണ് ഉള്ളത് കേരളത്തിൽ. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച വേറെ എത്രയോ ആളുകൾ, ജോലിയില്ലാത്തവരും കലാപരമായ അറിവില്ലാത്തവരും അങ്ങനെ കഷ്ടപ്പെടുന്നവർ ഒരുപാട് ആളുകളുണ്ട്. അപ്പം നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഒരുപോലെ കിട്ടിയെന്ന് വരില്ല. ഈ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചവർ തന്നെ രക്ഷപ്പെടാത്ത ഒരുപാട് ആളുകൾ വേറെയുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത ജനന സമയമാണ്. ജനന സമയത്തെ ഉള്ള ഗ്രഹനില, ആ ഒരു തലക്കുറിയുള്ള ജാതകത്തിൻ്റെ നമ്മൾ ആദ്യത്തെ പേജ് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ജാതകം കൊള്ളാമോ, നല്ലതോ ചീത്തയോ എന്നൊക്കെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തലക്കുറി കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഇവർക്ക് ഇന്ന കഴിവുകളുണ്ട്, ഇന്ന ജോലിക്കാണ് സാധ്യത, വിദേശത്ത് ഇവിടെ എവിടെയാണ് പഠിക്കേണ്ടത്, എവിടെയാണ് ജോലി കിട്ടേണ്ടത് എന്നൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും. ഇതിനകത്ത് ഒരു നക്ഷത്രത്തിൽ ജനിച്ച ഇരട്ട കുട്ടികൾ, അവരുടെ നക്ഷത്രം ഒന്നാണ്, പക്ഷേ 2 സ്വഭാവം ഉള്ള ഇഷ്ടം പോലെ ആളുകൾ എൻ്റെ തന്നെ അറിവിലുണ്ട്. ഒരു നക്ഷത്രമാണ്, പക്ഷേ 2 വ്യത്യസ്ത സ്വഭാവക്കാരാണ്. അങ്ങനെയുള്ളവർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ജനന സമയമാണ്. ഈ നക്ഷത്ര ഫലങ്ങൾ കൊണ്ട് അത്ര പോരാമെന്ന് തന്നെ ഞാൻ പറയുന്നു. ഇപ്പം നിലവിലിപ്പോൾ നക്ഷത്രങ്ങൾ ഇപ്പം ഉള്ള ഇത് വച്ച് ഗ്രഹം ഇപ്പം നിൽക്കുന്നതനുസരിച്ച് ഒരു ഉന്നത ജാതക വലിപ്പമുള്ള ഗ്രഹസ്ഥിതി തുലാക്കൂറുകാർ, ചിത്രയുടെ പകുതി, ചോതി, വിശാഖത്തിൽ 3/4, ഇവർക്ക് ഗംഭീരമായ കാലം എന്ന് പറഞ്ഞാൽ ഗംഭീരമായ കാലമാണ്. അവർക്ക് ലോട്ടറി അടിക്കേണ്ട കാലങ്ങളൊക്കെയാണ് അവർക്ക്. ചിത്തിര പകുതി, ചോതി, വിശാഖത്തിൽ 3/4, 6 ശനി, 9 വ്യാഴം,
അങ്ങനെ വേറെ ഒരു നക്ഷത്രവും അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ നിലവിലില്ല. ഇത് ഇവർക്ക് ഭയങ്കരമായൊരു കാലമാണിത്. 6 ശനിയും 9 വ്യാഴവും. തുലാക്കൂറുകാരാണ്. ഇനി ആവശ്യങ്ങൾ, മറ്റുള്ള ആളുകളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടുന്നില്ല എങ്കിൽ, എന്നുവെച്ചാൽ വിവാഹ, ജോലി, പഠന കാര്യങ്ങൾക്ക്, സ്വന്തം കാര്യങ്ങൾക്ക് ഒരു കുടുംബകാര്യത്തിനല്ല കേട്ടോ, സ്വന്തം കാര്യങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അവരുടെ ജനന തീയതിയും സമയവും അയച്ചു തന്നാൽ നിങ്ങൾ ഏത് ദേവി ദേവന്മാരെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ആരെ നിങ്ങൾ പ്രാർത്ഥിച്ചാലാണ് നല്ല ഫലം പെട്ടെന്ന് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അടുത്ത വീഡിയോയിൽ നക്ഷത്രങ്ങളുടെ കണ്ടകശനി, ഏഴരാണ്ട് ശനി, അഷ്ടമശനി, ഇത്രയും കാര്യങ്ങൾ, എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു വീഡിയോ ആയിരിക്കും അടുത്തത്. നന്ദി, നമസ്കാരം. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക.